ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞു, നമ്മൾ പിന്നെയും നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തന്നെയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഗെയിമാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗെയിമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഗെയിം, ഏത് ഗെയിമിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു 3-4 മാസമായിട്ട് എനിക്ക് വിട്ടുമാറാതെ തന്നെ ഇങ്ങനെ പനി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇത് കാരണം എൻ്റെ ത്രോട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ സൗണ്ടിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. സോ ഞാൻ ഓരോ വീഡിയോയിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ എന്ന് ഞാൻ പറഞ്ഞ് മടുത്ത്. സോ അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ലേറ്റ് ആക്കുന്നത് തന്നെ. കാരണം തൊണ്ട ഒന്ന് ശരിയാവട്ടെ എന്നിട്ട് വീഡിയോ ഇടാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ വീഡിയോസ് ലേറ്റ് ആവുന്നത് തന്നെ. ബട്ട് ഞാൻ ഇന്നൊരു കാര്യം തീരുമാനിച്ചു, ഇനി എത്ര ത്രോട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെയും സൗണ്ട് എത്ര ബോറാണെങ്കിലും ഞാൻ വീഡിയോ ഇടുക തന്നെ ചെയ്യും. സോ നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കുക. എൻ്റെ വോയിസ് ഓരോ വീഡിയോയിലും ഓരോ പോലെ ആയിരിക്കും, പല രീതിയിലായിരിക്കും. സോ നിങ്ങളതെല്ലാം ഒന്ന് ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്നിച്ചിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ് 3 മൾട്ടിപ്ലെയർ മൊബൈൽ ഗെയിം വീഡിയോ ആണ്. സോ ദാറ്റ് ഈസ് പഡ്ജി പാർട്ടി. പഡ്ജി പെൻഗ്വിനെ ഒക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ പഡ്ജി പെൻഗ്വിൻ്റെ പഡ്ജി പാർട്ടിയാണ് ഇത്. പഡ്ജി പെൻഗ്വിനും അതിൻ്റെ പെൻഗ്വു ടോക്കൺസിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം 4 ഫ്രണ്ട്സ് ചേർന്നിട്ട് കുറച്ച് NFT-കൾ കൊണ്ടുവന്ന് ഒരു വലിയ എക്കോസിസ്റ്റം തന്നെ രൂപീകരിച്ച ഒരു പ്രൊജക്റ്റ് ആയിരുന്നു പഡ്ജി പെൻഗ്വിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ടോക്കൺ ആയിരുന്നു പെൻഗ്വു ടോക്കൺ. അപ്പോൾ ഈ ഒരു പെൻഗ്വു ലിസ്റ്റ് ആയ സമയത്ത് മേ ബി എല്ലാവർക്കും നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതായത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ, അതായത് ജസ്റ്റ് സൊലാന ചെയിനിൽ ട്രാൻസാക്ഷൻ ചെയ്തവർക്കും അതുപോലെ അബ്സ്ട്രാക്ട് ചെയിനിൽ ട്രാൻസാക്ഷൻ ചെയ്തവർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് അവർ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് തന്നെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനും ഒന്നും തന്നെ ചെയ്യാത്ത എൻ്റെ ഒരു വാലറ്റിൽ $200 എനിക്ക് പെൻഗ്വു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പുതിയൊരു വെബ് 3 മൾട്ടിപ്ലെയർ മൊബൈൽ ഗെയിമാണ് പഡ്ജി പാർട്ടി. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഇതിന് അറൗണ്ട് ഒരു SBTC ക്ലെയിം ചെയ്യാനുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതൊരു ഗെയിം പ്ലേ വീഡിയോ അല്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. കാരണം ഗെയിം പ്ലേ വീഡിയോ ഒക്കെ ഞാൻ വഴിയേ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ഗെയിം പ്ലേ വീഡിയോ തന്നെയായിരിക്കും. സോ ഗൈസ്, അതിന് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാം. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് കൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ചിട്ടൊന്നും അവർ ഇതുവരെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ പഡ്ജി പെൻഗ്വിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോപ്പ് ഇതിലുണ്ട്. സോ ഭാവിയിൽ നല്ല രീതിയിലുള്ള റിവാർഡൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ കളക്ഷൻസും ഉണ്ട്. ഈ ഒരു കളക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഭാവിയിൽ ട്രേഡും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പഡ്ജി പാർട്ടി ഗെയിം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ കയറുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പ്ലേ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക. അപ്പോൾ ദെൻ അവിടെ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഏജ് ആയിരിക്കും ചോദിക്കുക. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഏജ് എത്രയാണോ ജസ്റ്റ് അത് കൊടുക്കുക. ദെൻ കൺഫേം ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ക്വാളിറ്റി ടെസ്റ്റൊക്കെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഫോണിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ലോഡ് ആവാൻ കുറച്ച് ടൈം നിങ്ങൾ കൊടുക്കുക. ലോഡായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ട്യൂട്ടോറിയലൊക്കെ കാണിക്കും. ജസ്റ്റ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് വിടുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേര് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. സോ അവിടെ നിങ്ങൾക്ക് എന്താണോ പേര് കൊടുക്കാൻ ഇഷ്ടം ആ ഒരു പേര് നിങ്ങൾ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ റിവാർഡ്സ് ഒക്കെ കാണിക്കും. അപ്പോൾ ഈ ഒരു റിവാർഡ് എല്ലാം തന്നെ നിങ്ങൾ കളക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇവിടെ പഡ്ജി പവർ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി ഈ ഒരു ഇതായിരിക്കും ഭാവിയിൽ റിവാർഡായിട്ട് നമുക്കൊക്കെ ലഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ ഡോഗ്സിൽ നിന്നൊക്കെ എനിക്ക് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് അവരുടെ ഡോഗ്സൊക്കെ കണ്ടിട്ട്. സോ അതായിരിക്കാം മേ ബി, എനിക്കൊട്ടും ഉറപ്പില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി ഈ ഒരു PUBG പവർ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇന്ത്യൻ ടോക്കണൊക്കെ ഇറക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എത്രത്തോളം PUBG പവർ ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് റിവാർഡ്സ് ലഭിക്കുക. സോ ഇത് എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്, ഞാൻ എടുത്തു പറയുകയാണ്. ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. എനിവേ അതൊക്കെ വരാൻ കിടക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് അതിനെപ്പറ്റി ഇപ്പോഴേ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്കിതാ ഗെയിം പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങാം. ജസ്റ്റ് നിങ്ങളിവിടെ പ്ലേ കൊടുക്കുക. ദെൻ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഇത് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. റിയൽ പ്ലെയേഴ്സാണ് ഇത്, നിങ്ങളുടെ കൂടെ കളിക്കുന്നവരെല്ലാം തന്നെ. നമ്മൾ പല ഗെയിംസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ റിയൽ പ്ലെയേഴ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ കളിക്കുന്നത്. സോ ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നത് 20 പ്ലെയേഴ്സോട് കൂടിയാണ്. നമ്മൾ 20 കളിക്കാരുമായിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ബാക്കി 19 പേരും വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ആവുകയുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് പ്ലേ കൊടുത്ത് കളിക്കുകയാണെങ്കിൽ റാൻഡംലി കുറച്ച് ആൾക്കാർ വരും, അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഗെയിം കളിക്കുക. അപ്പോൾ ഗെയിം എങ്ങനത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അല്ല. ഞാൻ കളിച്ചിട്ട് എനിക്ക് തോന്നുന്നത് സിമ്പിൾ അല്ല. ബട്ട് സ്റ്റിൽ നമുക്കറിയാവുന്ന ഒരു തരത്തിലുള്ള ഗെയിംസ് ഒക്കെ തന്നെയാണ്. പക്ഷേ കളിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പറയുകയാണെങ്കിൽ, നമ്മൾ കൊച്ചിലെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പോഗോ ചാനൽ കാണാറില്ലേ? പോഗോ ചാനലിൽ അക്കാഷി കാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. അതിൽ റിയൽ ആൾക്കാരാണ് ഗെയിം കളിക്കുന്നത്. ഓരോരോ ടാസ്ക് വരും, ആ ടാസ്ക് നമ്മളിങ്ങനെ ചാടി അപ്പുറം കിടക്കുക, അങ്ങനെ കുറേ ടാസ്കുകളൊക്കെ നമ്മൾ അന്നൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതേപോലെയൊക്കെ തന്നെയാണ് ഏതാണ്ട് ഇവിടെയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കളിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ, നമ്മുടെ എതിരാളികളെ നമുക്ക് തള്ളി മാറ്റാനും അടിക്കാനും അവരെയൊക്കെ ഇല്ലാതാക്കാനൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. അപ്പോൾ നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് തന്നെ പോകാം. ആ ഒരു ട്യൂട്ടോറിയലിനൊക്കെ ശേഷം ഹോം പേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും. കുറേ ഓപ്ഷൻസ്, സ്റ്റോറ്, ക്ലെയിം, കളക്ഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മിത്തിക്കൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു അക്കൗണ്ട്, മിത്തിക്കൽ അക്കൗണ്ട് ഉള്ളവർ ഡയറക്റ്റ് ലിസ്റ്റ് ലിങ്ക് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഇല്ലാത്തവരാണെങ്കിൽ പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് സൈനപ്പ് കൊടുത്ത് നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ, ഗെയിം പ്ലേ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എന്തിനാണ് മിത്തിക്കൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ നിങ്ങൾ ഇപ്പം അതിനെപ്പറ്റി ഓർത്ത് ബോധമുണ്ടാവണ്ട. ജസ്റ്റ് നിങ്ങൾ ഒരു എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് നിങ്ങളൊന്ന് കളിച്ച് തുടങ്ങുക. അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നത് സ്റ്റോറാണ്. ആ ഒരു പേര് പോലെ തന്നെ നമുക്കവിടെ റിവാർഡ് ബോക്സസും കോയിൻസൊക്കെ ബൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് വേണ്ട ഗെയിംസിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അവിടെ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലെയിം ആണ്. ക്ലെയിം നമുക്ക് ഓരോ പ്ലേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് എല്ലാം തന്നെ നമുക്ക് അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് PUBG പവേഴ്സും ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവാർഡ് റോഡിലെ ലെവൽസും കൂടും PUBG പവർ ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ലെവൽസ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഗിഫ്റ്റ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ടിയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനായിട്ട് സാധിക്കുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കളക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സ്, നമ്മളിവിടെ ഓരോ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സ് പുതിയത് നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നത് ഈ ഒരു കളക്ഷൻസിലാണ്. അപ്പോൾ അതിന് ഓരോ കാർഡ്സ് ലഭിക്കും. കാർഡ്സ് ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ക്യാരക്ടേഴ്സ് അൺലോക്ക് ആവും. അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കളക്ഷൻ സെക്ഷനിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മിത്തിക്കൽ മാർക്കറ്റ് പ്ലേസ് വഴി നമുക്ക് ഈ ഒരു ക്യാരക്ടേഴ്സിനെ ട്രേഡും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഞാൻ പറഞ്ഞല്ലോ, മിത്തിക്കൽ അക്കൗണ്ടിനെ കുറിച്ച് തന്നെ ഞാൻ ഗെയിം പ്ലേ വീഡിയോയിലാണ് പറയുന്നത്. അപ്പോൾ ഇതുകൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തേക്കാം. അപ്പോൾ എനിക്കറിയാം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഗെയിമിനെ കുറിച്ചിട്ടും ഗെയിം പ്ലേയെ കുറിച്ചിട്ടും പലതരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് അതിന് മുന്നേ തന്നെ ഞാൻ മാക്സിമം എൻ്റെ ഹെൽത്ത് ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം. മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്, ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ബാക്കി ഫുൾ ഡൗട്ട്സും ഞാൻ കംപ്ലീറ്റ്ലി തീർത്തുകൊണ്ടായിരിക്കും ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾ ചോദിക്കുക. അപ്പം
ഇവിടെ ഇത്രയൊക്കെ പറയാനുള്ളൂ. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് കൂട്ടുക. അതേപോലെ തന്നെ ഏർലി യൂസേഴ്സിന് വേണ്ടിയിട്ട് പഡ്ജി പെൻഗ്വിൻ്റെ ഒരു സോൾ ബൗണ്ട് ടോക്കൺ ഉണ്ട്, ഫ്രീ ആയിട്ട് അവരത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നിങ്ങൾക്കൊന്ന് ക്ലെയിം ചെയ്ത് വെക്കാം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. സോ എലിജിബിൾ ആണോ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് മെറ്റാമാസ്ക് പോർട്ട്ഫോളിയോ എടുക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറുക. ദെൻ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം എയർ ഡ്രോപ്പ് എന്നുള്ളിടത്ത് 1 എന്ന് നിങ്ങൾക്ക് അവിടെ കാണിക്കും. അപ്പോൾ നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ക്ലെയിം സോൾ ബൗണ്ട് ടോക്കൺ ബൈ പഡ്ജി പെൻഗ്വിൻ എന്ന ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കൊടുക്കാം, ക്ലെയിം കൊടുക്കാം. പക്ഷേ ക്ലെയിം ആവില്ല, ബിക്കോസ് അവരത് മാനുവലി നമ്മുടെ വാലറ്റിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അവരൊരു ഫോം ഉണ്ട്. ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടാസ്കുകളൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ക്ലെയിം നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ കാണിക്കും. ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ ഗെയിം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്കോഡിൽ ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിനായിട്ട് ഞാൻ പഡ്ജി പെൻഗ്വിൻ്റെ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറിയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു ഫോമും കൂടെ നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഫോമിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഡിസ്കോഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫോമും ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും മെറ്റാമാസ്കിൻ്റെ വാലറ്റ് അഡ്രസ്സും കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിത്തിക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത അതേ മെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ നിങ്ങൾ ഐ എഗ്രി കൊടുക്കുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1 വീക്ക് എടുക്കും. അവർ 1 വീക്ക് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ മാനുവലി അവർ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ അതിനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്യാതിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ അപ്ഡേഷൻസ് ഫുൾ വരുന്നത് ടെലിഗ്രാം ചാനലിലാണ് ഗൈസ്. സോ നിങ്ങളത് മിസ്സാക്കരുത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ എനിക്കറിയാം ഗെയിമിംഗ് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒന്നാണ് ഗെയിമിംഗ് വീഡിയോസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരെ ബൈ ഗൈസ്.